നമസ്കാരം ഡാർക്കർ സ്റ്റുഡിയോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ലെറ്റ്സ് ആണ് പരിചയപ്പെടുത്തുന്നത് FCPയുടെ. ഞാനൊരു വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ലെറ്റ്സ് ആഡ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി നെറ്റിൽ ഡൗൺലോഡ് ചെയ്ത ലെറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ ആഡ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കളർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ലേ, എഫക്റ്റിൽ കളർ എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ കസ്റ്റം ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രീസെറ്റ് കാണാൻ പറ്റും. അതിനെ ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് വേണ്ട വീഡിയോയിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ അഡീഷണൽ ലെയറിലേക്കോ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടേക്ക് ആഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ കസ്റ്റം ലെറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടും. എവിടെയാണ് ഇൻസ്പെക്ടറിൽ കേട്ടോ. ഇൻസ്പെക്ടർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റം ലെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടും. അത് ലെറ്റ് എന്നുള്ള നേരെ നണ്ണ് നൽകിയിട്ടുണ്ടാവും. അത് മാറിയിട്ട് നമുക്ക് ഇതാണ് നമ്മളിപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള ലെറ്റ് എന്ന് കരുതുക. അതിനെ ജസ്റ്റ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് കണ്ടോ, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാനപ്പോൾ അതിൽ സിനിമാറ്റിക് 5 എന്നുള്ളൊരു ഓപ്ഷൻ എടുക്കുമ്പോൾ കണ്ടോ ലെറ്റ് കളർ മാറി. ലെറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ, കളർ പ്രീസെറ്റാണ്, നിങ്ങൾക്ക് അറിയാലോ, കളർ റീഡിങ്ങിൻ്റെ പ്രീസെറ്റാണ്. അപ്പോൾ ഒരു ലെറ്റ് കിട്ടി. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല ഏതാ ലെറ്റ് എന്നുള്ളത്. അപ്പോൾ പിന്നെ ഒരു ഓപ്ഷൻ വരുന്നത് നമുക്കത് ഏതാണെന്ന് ഓർത്ത് വെക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ചെയ്യുന്നൊരു ഓപ്ഷൻ എന്താ വെച്ചാൽ, ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് ഓൾറെഡി ഞാൻ ചെയ്തല്ല ഡൗൺലോഡ് ചെയ്ത് വെച്ച പ്രീസെറ്റുകളിൽ നിന്ന് ഈ ഒരു കളർ എടുത്ത്, അപ്പോൾ ഇതെനിക്ക് പെട്ടെന്ന് എടുക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ സേവ് ആസ് പ്രീസെറ്റിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടും. ലെറ്റെന്ന് മാത്രം, വേറെ ഒന്നും ടിക്ക് ചെയ്യരുത്. അപ്പോൾ ഇവിടെ ഞാൻ ലെറ്റിന് എനിക്ക് ഇഷ്ടമുള്ളൊരു പേര് കുറച്ച് ബ്ലൂയിഷ് അല്ലേ, അപ്പോൾ ഞാൻ ഒരു ബ്ലൂ ടൈപ്പ് ആയതുകൊണ്ട് ഒരു ബ്ലൂ ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. നിങ്ങൾക്ക് എങ്ങനെയാണോ ഓർമ്മ കിട്ടുക അതുപോലെ ചെയ്തില്ല. അതുപോലെ നെക്സ്റ്റ് കാറ്റഗറി സെലക്ട് ചെയ്യുക, ന്യൂ കാറ്റഗറി കൊടുക്കുക. എന്നിട്ട് അവിടെ ലെറ്റ്സ് മൈ ലെറ്റ്സ് അങ്ങനെ എന്തെങ്കിലും പേരെടുത്ത് ക്രിയേറ്റ് അടിക്കുക. ഓക്കെ അല്ലേ, എന്നിട്ട് സേവ് അടിക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇവിടെ ലെറ്റ് കിട്ടും കണ്ടോ, പ്രീസെറ്റ് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഈ ലെറ്റ്സ് നിങ്ങൾക്ക് എൻ്റെ വെബ്സൈറ്റിൽ ആഡ് ചെയ്യുക, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുക. അതെങ്ങനെ ആഡ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ ഇത്രയും ലെറ്റ്സാണ് ഇവിടെ ഇന്ന് ആഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് ഞാൻ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ആഡ് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക്. ഓക്കെ അല്ലേ. അപ്പോൾ ഞാൻ കസ്റ്റം ലെറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കളയാൻ പോവുകയാണ്. എന്നിട്ട് ഇവിടുന്ന് ഇതാ ഓരോന്ന് കാണിച്ചു തരാം. ഒന്ന് കണ്ടോ, ഈ ഒരു കളറാണ് ഒന്ന്. ഇനി 2 വേറൊരു ടൈപ്പ് ഓഫ് കളറാണ്. 3 കളർ മാറ്റുന്ന സമയത്ത് ആദ്യം ആഡ് ചെയ്ത് റിമൂവ് ചെയ്യണം കേട്ടോ. ഒന്നെങ്കിൽ അണ്ടും അടിക്കുക, അല്ലെങ്കിൽ ഇവിടെ ഒന്ന് ലെറ്റ് ഡിലീറ്റ് ചെയ്യുക. ഇങ്ങനെ കുറച്ച് കളറുകളാണ്. ഇപ്പോൾ ഒരു ഫിലിമിന് വേണ്ടി നിങ്ങൾ ഷൂട്ട് ചെയ്താണെങ്കിൽ ഈ ലെറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെതായ വ്യത്യാസം കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ലൈറ്റ് ഒന്നും നോക്കാതെ വെറുതെ ഷൂട്ട് ചെയ്തൊരു ക്ലിപ്പ് ഞാൻ പെട്ടെന്ന് കിട്ടിയതെടുത്തിട്ടാണ്. ഈ ഒരു ടൈപ്പ് ഓഫ് കളർ കിട്ടും, ഒരു സിനിമാറ്റിക് ലുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റിലേക്ക് എത്തിയത് നമ്മുടെ തന്നെ വെബ്സൈറ്റാണ്. അതിൽ എഡിറ്റിംഗ് ഡെസ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ, ഇതിൽ ആപ്സ് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഇതൊക്കെ നോക്കാം. എഡിറ്റിംഗ് ഡെസ്ക് എന്നുള്ള സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ FCPയുടെ സെക്ഷൻ ഉണ്ട്, പ്രീമിയറിൻ്റെ സെക്ഷനൊക്കെ ഉണ്ട്, ഡാവിഞ്ചി ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് നോക്കാം. FCPയുടെ സെക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മൈ ലെറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അല്ലേ, മൈ ലെറ്റ്സ് പാക്ക് എന്ന് പറഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ആവും. നിങ്ങൾ ചിലപ്പോൾ അലോ എന്ന് ചോദിക്കും, ഓക്കെ അലോ കൊടുക്കുക. ഇപ്പോൾ ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ മൈ ലെറ്റ്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡറാണ് വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മൈ ലെറ്റ്സ് കയറിയിട്ട് ഇത്രയും 10 ലെറ്റ്സ് ആണുള്ളത്, അത് 10 എണ്ണം കോപ്പി ചെയ്യുക, കമാൻഡ് C. എന്നിട്ടെന്ത് ചെയ്യുക, FCPയിൽ വരിക. FCPയിൽ നിങ്ങൾ ഓൾറെഡി പ്രീസെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ സേവ് ആസ് പ്രീസെറ്റ് കൊടുത്തൊരു സെക്ഷൻ ഉണ്ടാക്കിയ ശേഷം അതിൽ റിവീൽ ഇൻ ഫൈൻഡർ കൊടുക്കുക. റിവീൽ ഇൻ ഫൈൻഡറിൽ വന്നിട്ടുണ്ടാവും, അവിടെ നമുക്ക് കമാൻഡ് V അടിച്ച് പേസ്റ്റ് ചെയ്യാം. ഓക്കെ അല്ലേ. ഓക്കെ, നിങ്ങൾക്ക് FCPയിൽ വന്നു കഴിഞ്ഞാൽ മൈ ലെറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തില്ല, അതിൻ്റെ അകത്ത് നമുക്ക് ഇത്രയും ലെറ്റ്സിനെ കാണാൻ പറ്റും. പ്രീസെറ്റ്സ് ആയിട്ടാണ് ഉണ്ടാവുക. അതിനെ ജസ്റ്റ് ആഡ് ചെയ്യുക, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നല്ലൊരു കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.